ഹായ് ഫ്രണ്ട്സ്, ക്രേസി ജ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വരിക്കച്ചക്ക കുമ്പിളപ്പമാണ്. നല്ല പഴുത്ത മധുരമുള്ള വരിക്കച്ചക്കയുടെ ചുളകളെടുത്ത് നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുക്കണം. കുമ്പിളപ്പത്തിന് ആവശ്യമായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 തേങ്ങ ചിരുകിയതാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചുള മിക്സിയിലിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. കൂടാതെ മറ്റൊരു ജാറിൽ നമുക്ക് ആവശ്യമായി കുറച്ച് ഏലക്കായും പഞ്ചസാരയും ചേർത്തൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് ഈ കുമ്പിളപ്പത്തിനൊരു ഫ്ലേവർ കിട്ടുന്നതിനും ഏലക്കയുടെ ഒരു മണം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ ഏലക്കയും പഞ്ചസാരയും നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുമ്പിൾ കുത്താനായി നമുക്ക് വഴനയില ആവശ്യമാണ്. ഇവിടെ നമ്മൾ വഴനയില എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വൃത്തിയാക്കി തുടച്ചത് നമുക്ക് ഈർക്കിൽ വെച്ച് ഇതുപോലെ കുമ്പിൾ കുത്തിയെടുക്കാം. അങ്ങനെ ചക്കച്ചോളം എല്ലാം മിക്സിയിലിട്ട് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ കുമ്പിളപ്പത്തിന് ആവശ്യമായ മധുരത്തിന് വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നല്ല നാടൻ ഉണ്ടശർക്കരയാണ്. അത് നല്ല രീതിയിൽ ഇതേ ഒന്ന് അരിഞ്ഞെടുത്ത് നമുക്ക് നല്ല വെള്ളവും ചേർത്ത് ഒന്ന് ലായനിയാക്കി എടുക്കാം. ലായനിയാക്കിയ ശർക്കര പാനിയെ നമുക്കിതേപോലെ അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും ഇതിൽ കല്ലോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വേർതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇലയെല്ലാം നമ്മൾ കുമ്പിൾ കുത്തി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. കുമ്പിളപ്പത്തിന് ആവശ്യമായ മാവ് നമുക്ക് തയ്യാറാക്കാം. അതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഏകദേശം 1 കിലോയ്ക്കടുത്ത് നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഈ ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ അരച്ചെടുത്ത ചക്ക പേസ്റ്റും ചേർത്ത് കൊടുക്കാം. തുടർന്ന് നമ്മൾ അരിച്ചെടുത്ത് വെച്ച ശർക്കര പാനിയും ചേർക്കാം. കൂടാതെ 2 തേങ്ങയുടെ തേങ്ങാപ്പീര ചിരുകിയത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീര ചേർത്തതിന് ശേഷം നമ്മൾ ഈ ചേരുവകളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൂടാതെ അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് ഏകദേശം നല്ല കുഴമ്പ് പരുവത്തിൽ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കുമ്പിളപ്പം ആവിയിൽ വെച്ച് പുഴുങ്ങുന്നതിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വലിയൊരു ഇഡ്ഡലിപ്പാത്രമാണ്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് നമുക്ക് തീ ഓൺ ചെയ്യാം. ഒരു കിഴുത്തപാത്രം വെച്ച് അത് സെറ്റ് ചെയ്യാം. തുടർന്ന് കുമ്പിളെടുത്ത് നമ്മളതിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. എല്ലാ കുമ്പിളിലും ആവശ്യത്തിന് മാവ് ഫില്ല് ചെയ്ത് നമുക്ക് ഈ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കാം. ഇപ്പോൾ ഏകദേശം കുമ്പിളെല്ലാം ഫില്ല് ചെയ്ത് നമ്മുടെ പാത്രം നിറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു അടപ്പ് വെച്ച് ഇത് അടച്ച് വെച്ച് 20 മിനിറ്റ് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുമ്പിളപ്പം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറു ചൂടോടെ സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളെ അയച്ച് സപ്പോർട്ട് ചെയ്യുക.